ഇനി നമുക്ക് ഈ നേരത്തെ ആവശ്യപ്പെട്ട ഒരു സെഗ്മെന്റിലേക്കാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ പണ്ട് കേട്ടിരുന്നു. അതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന രുചിയേറുന്ന ഒരു വിഭവ കാഴ്ചകളിലേക്ക് അല്ലേ അതുമായി എത്തുന്നത് വീണ്ടും ഒരു അരങ്ങേറ്റക്കാരനാണ്. അതെ, അരങ്ങേറ്റക്കാരൻ. യെസ്, തീർച്ചയായും അങ്ങനെ പറയാം. അതെ, ചാനലിൽ അരങ്ങേറ്റക്കാരനാണ് അദ്ദേഹം. ഡിജിറ്റൽ രംഗത്ത് അധികായനായിരിക്കാം, പക്ഷെ അത് നമുക്കറിയില്ലായിരുന്നു. സിദ്ധുവിനെ പിടികൂടിയ പോലെ ഒരു ദിവസം ആണ് ഇദ്ദേഹത്തെ താഴെ വെച്ച് കിട്ടുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് പറന്നു പോവാണ്. എന്താന്ന് വെച്ചപ്പോൾ ഷൂട്ടോ. അങ്ങനെയാണ് ഈ പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും. പറഞ്ഞു വരുന്ന ആളുടെ പേരും കൂടെ പറയേണ്ടി വരും. അഖിൽ എന്ന് പറയുന്ന നമ്മുടെ MCRലെ ടെക്നിക്കൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ വളരെ ക്രിയേറ്റീവായിട്ട് ഉള്ള ഫുഡി സെഗ്മെന്റ് എടുക്കുന്നത്. ഒരു 3 അംഗ സംഘമാണ് നമ്മുടെ ഈ സ്പെഷ്യലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള രാകേഷ്, 2 നമ്മുടെ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റായ സിദ്ധു. ഇത് 3ാമൻ്റെ അരങ്ങേറ്റമാണ്. അഖിൽ എന്ന് പറഞ്ഞാൽ, അഖിലിന് മറ്റൊരു പേരുണ്ട്, ഞാൻ പറയില്ല. മീറ്റിങ്ങിനിടയ്ക്ക് ഒന്ന് വീണ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് സൗകര്യം പോലെ പിടിക്കാം. ഏതായാലും അഖില് വളരെ കൃത്യമായി ഫുഡി സെഗ്മെന്റ് കൂടുതലും ചെയ്യുന്ന, വ്ളോഗ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ പ്രതിഭ, ആ ടാലന്റ് ജനൻ TV പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് അഖിലിന്റെ അരങ്ങേറ്റ ഫുഡി കാണാം. അതിനു മുമ്പ് രുചിയിടാം. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രുചിയേറുന്ന ഒരു കഥ തേടിയുള്ള യാത്രയിലേക്കാണ് അഖിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. ഭാരതത്തിലെ 5 സംസ്ഥാനങ്ങളിലെയും തനത് ഭക്ഷണം വിളമ്പുന്ന ഒരു കഫേ ഉണ്ട് നമ്മുടെ സ്വന്തം തലസ്ഥാന ജില്ലയിൽ, തിരുവനന്തപുരത്ത്. എനിക്കറിയില്ലായിരുന്നു. ഇതിനുശേഷം അങ്ങോട്ട് പോകാനാണ്. തലസ്ഥാനത്തെ ഓപ്പൺ കിച്ചണുള്ള ഏക വെജിറ്റേറിയൻ കഫേ കൂടിയാണിത്. ആ കഫേ ഏതാണെന്നല്ലേ, എന്തായാലും നമുക്കത് കണ്ടല്ലോ. അഖിൽ രാജ് നടത്തിയ രുചി യാത്രയിലേക്ക്. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുടെ ഭക്ഷണം ഒരുമിച്ച് കിട്ടുന്നൊരു കഫേയുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്. പരിചയപ്പെടാം, കഫേ ശുഭാംഗം. ഈ കാണുന്ന മെനുവിൽ നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര ഈ 5 സംസ്ഥാനത്തിലെയും വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണുള്ളത്. നമുക്കിവിടെ കിച്ചണിലേക്ക് ഒന്ന് പോവാം. ഇവിടെ കിച്ചണിന് പ്രത്യേകതയുണ്ട്, ഇതൊരു ഓപ്പൺ കിച്ചണാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കഫേകളിൽ ഇവർക്ക് മാത്രമേ ഉള്ളൂ ഓപ്പൺ കിച്ചൺ. എനിക്ക് എന്തായാലും നല്ല വിശപ്പായതുകൊണ്ട് നമുക്കൊരു കോഫി പറയാം. ചേട്ടാ, ഒരു കോഫി. നല്ല അടിപൊളി ഫിൽറ്റർ കോഫി കേട്ടോ. നല്ല അടിച്ച് പതപ്പിച്ച് നമുക്ക് കഴിക്കാം. കാർത്തിക് ബ്രോ പൊടി ഇഡ്ഡലിയുടെ പ്രിപ്പറേഷനിലാണ്. നമുക്ക് പൊടി ഇഡ്ഡലിയുടെ പ്രിപ്പറേഷൻ നോക്കാം. കഫേ ശുഭാംഗം എന്ന് പറഞ്ഞത് ഒരു കോൺസെപ്ച്വലൈസ് ചെയ്തത് തന്നെ ഒരു നല്ല വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് നമുക്കൊരു സർവേയിൽ മനസ്സിലാക്കി. ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത്, പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ, ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലും ഒരു ദർശനി സ്റ്റൈൽ വിച്ച് ഇസ് വെരി ഫേമസ് ഇൻ ബാംഗ്ലൂർ, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ലയെന്ന് നമുക്കൊരു സർവേയിൽ മനസ്സിലാക്കിയ ശേഷമാണ് വി തോട്ട് വിൽ ബ്രിങ് ഇൻ കഫേ ശുഭാംഗം. ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ ചെയ്യുന്നതെല്ലാം ഇവിടെ ഫ്രഷാണ്. അതാണ് നമ്മുടെ ടാഗ്ലൈൻ തന്നെ, ഫ്രഷ് ഓൾവേസ്. നമ്മൾ ഒരു കാര്യം ഫ്രിഡ്ജിൽ വെക്കാറില്ല, അന്നേരം ചെയ്ത് മാത്രം നമുക്ക് തീരുന്നതാണ്. അതുമാത്രമല്ല ബാറ്റർ, സാമ്പാർ പൊടി, മുളക് പൊടി എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഇൻപോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്വാദ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വലിയ ഹിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി ഇഡ്ഡലി, പിന്നെ നമ്മുടെ പൊങ്കൽ, ഇതൊക്കെ വലിയ ഹിറ്റാണ് ഇവിടെ. ആൻഡ് ഓൾസോ ഫിൽറ്റർ കോഫി. ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവിടെ, 5 ടേസ്റ്റ് ഉത്തപ്പം. അതായത് 5 ഉത്തപ്പം. അതിന് 5നും 5 രുചിയായിരിക്കും. ഒന്ന് ഒനിയൻ ഉത്തപ്പം, മറ്റൊന്ന് ടൊമാറ്റോ ഉത്തപ്പം, മറ്റൊന്ന് ക്യാരറ്റ് ഉത്തപ്പം, പിന്നെ മസാല ഉത്തപ്പം, പിന്നെ പൊടി ഉത്തപ്പം. ഇവിടെ ഈ ദോശയും
ഇഡ്ഡലി മാത്രമല്ല രസവട, സാമ്പാർ വട, തൈര് വട, പിന്നെ കാരാബാത്ത്, പൊങ്കൽ ഇതൊക്കെ കിട്ടും. നല്ല ചൂട് രസവട കേട്ടോ. നമ്മുടെ ഈ കഫേ ശുഭാംഗത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുറവങ്കോണം ജംഗ്ഷനിൽ നിന്ന് YMR റോഡിൽ സീസൺ PPD ഫ്ലാറ്റില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നിങ്ങൾ കഫേ ശുഭാംഗത്തിൽ കഴിക്കാൻ വരികയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഡൈനിങ് സ്പേസ് ഒന്നുമില്ല. ഇതുപോലെ നിന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ പാഴ്സലായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയോ ചെയ്യാം. ഇതേ ഇഡ്ഡലി കേട്ടോ, വളരെ കുഞ്ഞ് ഇഡ്ഡലി കേട്ടോ. ഇതിൻ്റെ മേളിലൊരു പൊടിയും കൂടെ അവർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് തരുന്നത് ഒരു ടൊമാറ്റോ ചട്നിയും ഒരു കോക്കനട്ട് ചട്നിയാണ്. ഇത് ഡിപ്പ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കിയാലോ. ആ പൊടിയുടെയും തേങ്ങാ ചട്നിയുടെയും ടൊമാറ്റോ ചട്നിയുടെയും ടേസ്റ്റ് ആരകം. ഇതിവിടെ മൈസൂർ മസാല ദോശയാണ്. മൈസൂർ മസാലയും ദോശയും പിന്നെ ചട്നിയും സാമ്പാറുമാണ് ഇതിന് വരുന്നത്. ഇതൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ ആദ്യം കഴിച്ചത് ആ മൈസൂർ മസാലയും ദോശയും മാത്രമായിരുന്നു. നമുക്കിനി ആ ദോശയും മസാലയും ഈ ചട്നീസിലും സാമ്പാറിലൊക്കെ മുക്കി എടുത്തിട്ട് കഴിച്ചു നോക്കാം. ഫ്രൈഡ് റൈസ് ഊത്തപ്പത്തിലെ പൊടി ഊത്തപ്പമാണിത്. ഇത് കഴിച്ചു നോക്കാം. എനിക്കിതെല്ലാം കഴിച്ചു തീർക്കാനുണ്ട്. നിങ്ങളെക്കാത്ത ഒരുപാട് വാർത്തകളും ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി വാർത്ത കണ്ടോളൂ, ഞാനിത് കഴിച്ചു തീർക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ദ ബൈ ഗൈസ്. അപ്പോൾ ഹരീഷ് ജിയുടെ റിക്വസ്റ്റ് മാനിച്ച് പെട്ടെന്ന് തന്നെ അഖിൽ രാജും ആ ക്യാമറ ചെയ്ത രജിത്ത് നമ്മുടെ ക്യാമറയുടെ പിന്നിൽ ഇരിപ്പുണ്ടല്ലോ. അതെ അതെ. ഇതിന്റെ അത് പിന്നിലുള്ള മിണ്ടിയില്ല കള്ളൻ. എന്ത് കേട്ടില്ല? അഖിൽ രാജ് അത് പറഞ്ഞോന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ആ ഇല്ല അത് മിണ്ടിയില്ല അല്ലേ? അഖിൽ തിരക്കിലായി പോയി. എന്തിന്റെ തിരക്കിലായിരുന്നു? കഴിക്കുന്ന തിരക്കിലായിരുന്നു. നമ്മള് വാർത്തകളുടെ ലോകത്തേക്ക് വിട്ടിട്ട് അഖിൽ അവിടെ ഒറ്റയ്ക്കിരുന്ന് തട്ടുക. അതെ.